തലസ്ഥാനത്ത് സിപിഐഎം നേതാക്കളുടെ വീടുകൾക്ക് നേരെ വ്യാപക ആക്രമണം നടന്നിരിക്കുന്നു. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീടിന് നേരെയുണ്ടായ ആക്രമണമുണ്ടായിരിക്കുന്നു. വീടിന്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർന്ന ഒരു സാഹചര്യം. ഇപ്പോൾ അവിടെ നിന്നും റിനു ശ്രീധർ ചേരുകയാണ്. റിനു, വിശദാംശങ്ങൾ. അഞ്ജു, ഞാനിപ്പോൾ നിൽക്കുന്നത് മരുതൻകുഴിയിലെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ വീടിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ CPM-ൻ്റെയും നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ RSS അഴിച്ചുവിട്ട അക്രമത്തിൻ്റെ അവസാനം ഇന്ന് വെളുപ്പിനെ 3 മണിയോടുകൂടി 3:30 കോടിയേരിയുടെ വീട്ടിലേക്ക് അക്രമം അഴിച്ചുവിടുകയായിരുന്നു. കാർപോർച്ചിൽ കിടന്ന കാറിൻ്റെ ചില്ലും അതുപോലെ തന്നെ വീടിൻ്റെ ചില്ലുമൊക്കെ എറിഞ്ഞു തകർത്തു. നമുക്ക് അവസാനമായി കിട്ടുന്ന വിവരമനുസരിച്ച് പോർട്ട് പോലീസ് സ്റ്റേഷനിൽ യുവമോർച്ച നേതാവ് ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വലിയ ജനക്കൂട്ടമാണ്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും എത്തി മഹസർ തയ്യാറാക്കുന്ന ഒരു പ്രാരംഭ നടപടിയിലാണ്. ഇപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കോടിയേരി ഇപ്പോൾ ഏകദേശം മിനിറ്റുകൾക്കകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ഇന്നലെ രാത്രി ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപമുള്ള DYFIയുടെയും അതുപോലെ തന്നെ CPM-ൻ്റെയും നേതാക്കളുടെ വീട് RSS ആക്രമിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് അവസാനം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടും ഇവർ ആക്രമിച്ചത്. പോലീസ് ഇവിടെ എത്തി ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 3 പേരെ, അതായത് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി നിശാന്ത് ഉൾപ്പെടെയുള്ള 3 പേരെയാണ് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഔദ്യോഗിക വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രാഥമിക വിവരം നമുക്ക് ലഭിക്കുന്നത് ഇവരുടെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്, എന്ത് ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഇത്തരമൊരു പ്രവർത്തനത്തിന് മുതിർന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയൂ. അഞ്ജു. റിനു, എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കോടിയേരി മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാഹചര്യം നിലവിലില്ലേ? തീർച്ചയായിട്ടും ഏകദേശം നിമിഷങ്ങൾക്കകം തന്നെ കോടിയേരി ഇവിടെ എത്തിച്ചേരും. എന്നാൽ മാത്രമേ നമുക്ക് അത്തരത്തിലൊരു പ്രതികരണം ആരായാൻ കഴിയുകയുള്ളൂ. നമുക്ക് എടുത്തു പറയേണ്ടത് വെളുപ്പിനെ, അതായത് 3:30 ഈ വീട്ടിലേക്ക് ആക്രമണം നടക്കുമ്പോൾ കോടിയേരിയുടെ കുടുംബം, കൊച്ചുകുട്ടികൾ, ചെറുമക്കളായിട്ടുള്ള കൊച്ചുകുട്ടികൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. വലിയൊരു ഭയത്തോടു കൂടിയാണ് അവർ ഇതിനെ നോക്കിക്കണ്ടത്. പെട്ടെന്നുള്ളൊരു ആക്രമണമായിരുന്നു രാവിലെ ഒരു 3:30 സംഭവിച്ചത്. അതായത് വീടിന് ഒരു സംഘം വീടിന് മുന്നിലേക്ക് വരികയും കല്ലേറ് എറിയുകയും ചെയ്തു. തുടർന്ന് മതിൽ ചാടി വീട്ടിനകത്തേക്ക് കടന്ന് പോർച്ചിൽ കിടന്ന കാറിൻ്റെ ചില്ലുൾപ്പെടെ അടിച്ചു തകർക്കുകയാണ് ചെയ്തത്. 3:30 ആയതുകൊണ്ട് തന്നെ, വെളുപ്പിന് പുലർച്ചെ 3:30 ആയതുകൊണ്ട് തന്നെ ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ആരാണെന്ന് എന്നുള്ളത്. എന്നാൽ വ്യക്തമായിട്ട് നമുക്കറിയാം, ഇന്നലെ തുടർച്ചയായി ഉണ്ടായ ഈ ഒരു RSS അക്രമത്തിൻ്റെ ഫലമായി വ്യാപകമായി തലസ്ഥാന നഗരിയിൽ ഇവർ അക്രമം അഴിച്ചുവിടുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇവർ അക്രമം അഴിച്ചുവിടുക എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, കേരളത്തിൽ ഉടനീളം RSS അഴിച്ചുവിടുന്ന ഒരു അക്രമത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെയും വീട് ആക്രമിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഡൽഹിയിൽ ഉൾപ്പെടെ കോടിയേരിയെ കുത്തിക്കില്ല എന്ന് RSS പറഞ്ഞിരുന്നു. എന്നാൽ ഇതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം അവിടെ എത്തിച്ചേരും. ഇപ്പോൾ കോടിയേരി ഇവിടെ എത്തിയിരിക്കുകയാണ്, വീടിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. കോടിയേരി ഇപ്പോൾ വീടിന് മുന്നിലേക്ക് എത്തി ഈ സംഭവ സ്ഥലങ്ങളൊക്കെ തന്നെ സന്ദർശിക്കുകയാണ്. വലിയ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള DYFIയുടെയും അതുപോലെ തന്നെ CPM-ൻ്റെയും പ്രാദേശിക സംഘടനകളുമൊക്കെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വീട്ടിൽ RSS ആക്രമിച്ച പ്രദേശങ്ങളൊക്കെ തന്നെ നോക്കിക്കാണുകയാണ് അദ്ദേഹം. CPM-ൻ്റെ സംസ്ഥാന നേതാവ് അനാവൂർ നാഗപ്പൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു.
അഞ്ജു, നമുക്കറിയാം ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ ഈ ഒരു അക്രമോത്സുക പ്രവണത അവസാനിപ്പിക്കുവാൻ വേണ്ടി CPM ആണ് എന്നും മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഇവരുടെ അഴിമതിയും ഇപ്പം നമുക്കറിയാം മെഡിക്കൽ കോളേജ് അഴിമതി ഉൾപ്പെടെയുള്ള അഴിമതിയും അക്രമവും തടയുവാൻ വേണ്ടി എന്നും CPM ആണ് മുന്നിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPM നേതൃത്വത്തെ അവസാനിപ്പിച്ചാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് ഇവർക്കറിയാം. അതുതന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വീട് ആക്രമിക്കാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടുള്ളത്. അഞ്ജു, തീർച്ചയായും റിനു, അഴിമതിയെ ചെറുക്കുന്നതിലൂടെ CPM-നെതിരെ, സർക്കാരിനെതിരെ ആക്രമണത്തിലൂടെ ഒരു മറുപടി, അതാണോ RSS ഉദ്ദേശിക്കുന്നത്? അത്തരമൊരു നടപടി തന്നെയല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കാണാൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും മഞ്ജു, നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ BJP നേതൃത്വത്തിനെതിരായിട്ട് വന്ന അഴിമതി ആരോപണങ്ങൾ, ഈ അഴിമതി ആരോപണങ്ങളെ ചെറുത്ത് നിൽക്കുവാൻ വേണ്ടി പല രീതിയിലുമുള്ള CPM ആണ് എന്നും RSS-നെതിരായി നിന്നിട്ടുള്ളത്. ഇവരുടെ അക്രമങ്ങൾ ചെറുക്കുവാൻ വേണ്ടി CPM ആണ് എന്നും മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPM-നെ ഏത് തരത്തിലും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് CPM-ൻ്റെ നേതാക്കളുടെ നേരെ ഈ ആക്രമണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ വീടും ഇവർ ആക്രമിച്ചിരിക്കുന്നത്. അഞ്ജു, തലസ്ഥാനത്ത് CPM നേതാക്കളുടെ വീടുകൾക്ക് നേരെ വ്യാപക RSS ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും കാറിന്റെ ചില്ലുകളും തകർന്നു. സംഭവസ്ഥലം ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ സന്ദർശിക്കുകയാണ്.